ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി പേര് പോലെ തന്നെയാണ്. ഇൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വെർട്ടെക്സിന്റെ ഉള്ളിലേക്ക്. ഈ ഔട്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്, ഔട്ടിലേക്ക്. അങ്ങനെ ഇന്നെന്നും ഔട്ടെന്നും നമ്മൾ പറയണമെങ്കിൽ അതൊരു സാധാ ഗ്രാഫ് ആയാൽ മതിയോ? അതിനെന്ത് വേണം? ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു ഡയറക്റ്റഡ് ഗ്രാഫിലെ നമുക്ക് ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും പറയാൻ പറ്റത്തുള്ളൂ. ഈ ഫിഗർ നോക്കിക്കേ, ഇതേപോലെ ഡയറക്ഷൻ ഉള്ള ഒരു ഗ്രാഫിനെ നമുക്ക് ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും പറയാൻ പറ്റത്തുള്ളൂ. ഈ V1 ഞാൻ സപ്പോസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ V1 നോക്കുമ്പം ഈ V1ലേക്ക് വരുന്ന ഡയറക്ഷൻ ഏതാ? ഈ ഒരു ഒറ്റ എഡ്ജല്ലേ V1ലോട്ട് വരത്തുള്ളൂ. അപ്പം ഈ V1ൻ്റെ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് ഈ എഡ്ജായിരിക്കും. അതേപോലെ V1ൻ്റെ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എഡ്ജായിരിക്കും. ഈ V1ൽ നിന്ന് പുറത്തേക്ക് പോവുമല്ലേ. അപ്പോൾ ഇൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് വരുന്നത്, ഔട്ട് ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തേക്ക് പോകുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് E1, ഇത് E2, ഇത് E3, ഇത് E4, ഇത് E5. ഇനി നമുക്ക് ഓരോ വെർട്ടെക്സിൻ്റെയും ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും എടുത്തെഴുതാം. അപ്പോൾ വെർട്ടെക്സ് എനിക്ക് ഇൻ ഡിഗ്രി വേണം, ഔട്ട് ഡിഗ്രിയും വേണം. ഫസ്റ്റ് വെർട്ടെക്സ് ഏതാ? V1 എടുത്തോ. V1ലേക്ക് എത്ര എഡ്ജ് വരുന്നുണ്ട്? ഒരൊറ്റൊരെണ്ണം അല്ലേ ഉള്ളൂ. അപ്പം ഇൻ ഡിഗ്രി 1 ആയിരിക്കും. ഔട്ട് ഡിഗ്രിയോ? E2 എന്ന് പറയുന്ന ഒരു ഒറ്റ എഡ്ജാണ് അതിലേക്ക് പോകുന്നത് അല്ലേ. അപ്പം ഔട്ട് ഡിഗ്രി 1 ആയിരിക്കും. V2ൻ്റെയോ? V2 താണ്ടേ. V2ൻ്റെ ഇൻ ഡിഗ്രി എത്ര നോക്കി. V2ലേക്ക് ഇൻ ഡിഗ്രി ഉണ്ടോ? ഇല്ലല്ലേ, എല്ലാം ഔട്ടല്ലേ. അപ്പം V2ൻ്റെ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. V2ൻ്റെ ഔട്ട് ഡിഗ്രിയോ? 3 ആയിരിക്കും. E1, E3, E5 ഉണ്ട് അവിടെ. അപ്പോൾ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് 3 ആയിരിക്കും. നെക്സ്റ്റ് V3 എടുക്കുമ്പോഴോ അവിടെ എത്ര ഇൻ ഡിഗ്രി ഉണ്ട്? 2 അല്ലേ. E3യും E2യും ഇന്നാണ്. അപ്പോൾ 2 ആണ് ഇൻ ഡിഗ്രി. ഔട്ട് ഡിഗ്രിയോ? ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ, E4. അപ്പം 1 ആയിരിക്കും. നെക്സ്റ്റ് V4 എടുക്കുക. V4ൻ്റെതോ? V4ൻ്റെ ഇൻ ഡിഗ്രി എത്ര? 1 അല്ലേ. E4 അല്ലേ ഉള്ളത്. V4ന് ഔട്ട് ഡിഗ്രി ഉണ്ടോ? ഇല്ല, 0 ആണ്. V5ൻ്റെയോ? V5ലേക്ക് ഒറ്റൊരെണ്ണേ ഉള്ളൂ, E5. അപ്പം ഇൻ ഡിഗ്രി 1 ആണ്. ഔട്ട് ഡിഗ്രി ഉണ്ടോ അവിടെ? ഔട്ട് ഡിഗ്രി ഇല്ല, ഔട്ട് ഡിഗ്രി 0. ഇതാണ് ഓരോ വെർട്ടെക്സിൻ്റെയും ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും. ഇനി നമുക്ക് ഈ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും ഉണ്ടെങ്കിൽ ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുമില്ല, ഡിഗ്രി എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും? ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഇൻ ഡിഗ്രി ഇല്ലേ, ഈ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും കൂടെ ആഡ് ആക്കിയാൽ മതി, നമുക്ക് ഡിഗ്രി കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്ക്. ഞാനിപ്പം ഇന്നും ഔട്ടും ഒക്കെ ഉള്ള ഒരെണ്ണം എടുക്കാവേ. V3 നോക്കിക്കേ. V3ലേക്ക് 2 ഇന്നും ഉണ്ട്, ഒരു ഔട്ടും ഉണ്ട് അല്ലേ. ഡിഗ്രിയുടെ കേസിൽ നമ്മൾ എന്തോ പറഞ്ഞത്? ഇപ്പോൾ ഒരു വെർട്ടെക്സ് എടുക്കുവാണെങ്കിൽ ഏതൊക്കെ എഡ്ജ് അതിന് ചുറ്റുമുണ്ടോ അതിനെല്ലാം എടുത്തോളാം, അതെല്ലാം ഡിഗ്രി ആയിരിക്കും അതിൻ്റെ. അപ്പോൾ 1, 2, 3. V3യുടെ ഡിഗ്രി അപ്പോൾ എത്ര ആയിരിക്കും? 3 ആയിരിക്കത്തില്ലേ. ഇവിടെ നോക്കിക്കേ, V3യുടെ ഇൻ ഡിഗ്രി 2 അല്ലേ, ഔട്ട് ഡിഗ്രി 1 അല്ലേ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3 അല്ലേ കിട്ടുന്നത്. നമുക്കിതിൻ്റെ ഓരോ ഡിഗ്രി എഴുതാം. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ഇൻ ഡിഗ്രി പ്ലസ് ഔട്ട് ഡിഗ്രി ആണ്. V1ൻ്റെ ഡിഗ്രി എന്തുമായിരിക്കും? അപ്പം V1ൻ്റെ ഡിഗ്രിയും കൂടെ നമുക്ക് എഴുതാവേ. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ 2 ആയിരിക്കും. V2ൻ്റെയോ? 3 ആയിരിക്കും. ഇവിടെ 2 + 1 3 വരും. ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഇൻ ഡിഗ്രി, ഔട്ട് ഡിഗ്രി ആൻഡ് ഡിഗ്രി. നെക്സ്റ്റ് ഈ ഫിഗർ നോക്കിക്കേ. നമുക്ക് ഈ ഫിഗറിൻ്റെ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും ഡിഗ്രിയൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. വെർട്ടെക്സ് V1ന് ഇൻ ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. നോക്കിക്കേ, E1 V1ലേക്ക് പോവുക, വേറൊന്നും ഇല്ലല്ലേ. അപ്പം ഇൻ ഡിഗ്രി 1 ആയിരിക്കും. ഔട്ട് ഡിഗ്രി ഉണ്ടോ? ഉണ്ടല്ലോ. E5 ഉണ്ട്, അതേപോലെ E4 ഉണ്ട്. അപ്പോൾ 2 ആയിരിക്കും ഔട്ട് ഡിഗ്രി. അപ്പോൾ ടോട്ടൽ ഡിഗ്രിയോ? 3 ആയിരിക്കും. അടുത്ത V2 എടുക്കുകയാണെങ്കിൽ V2ൻ്റെ ഇൻ ഡിഗ്രി ഉണ്ടോ? V2ന് 1, 2, E4ഉം E3 ഉണ്ടല്ലേ. അപ്പോൾ ഇൻ ഡിഗ്രി 2 ആയിരിക്കും. V2ന് ഔട്ട് ഡിഗ്രി ഉണ്ടോ? ഇല്ല, 0. അപ്പോൾ ടോട്ടൽ 2 ആയിരിക്കും. V3യുടെയോ? V3 എടുക്കുകയാണെങ്കിൽ ഇൻ ഡിഗ്രി ഉണ്ട്, ഇതാണ് E6 ആണ് ഇൻ ഡിഗ്രി, അപ്പോൾ 1. ഔട്ട് ഡിഗ്രി ഉണ്ടോ?
ഉണ്ടല്ലോ, E2 E3. അപ്പോൾ ഇവിടെ 2. അടുത്ത V4, ഇവിടെ ടോട്ടൽ എത്ര ഡിഗ്രി? 3 ആണ് വരുന്നത്. V4ൻ്റെതോ, V4ൽ നിന്ന് V4 എടുക്കുവാണെങ്കിൽ ഓക്കെ, E2 എന്ന് പറയുന്ന ഒരെണ്ണം വരുന്നുണ്ട്, E1 എന്ന് പറയുന്ന ഒരെണ്ണം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ E2 ഇവിടെ 1 ആയിരിക്കും, ഔട്ട് ഡിഗ്രി 1 ആയിരിക്കും. V5 എടുക്കുമ്പോൾ V5ൻ്റെ ഇതാണ് V5. V5ലേക്ക് ഒരെണ്ണം വരുന്നുണ്ടല്ലേ, അതേപോലെ ഒരെണ്ണം പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ 2, ഇവിടെ 2. ഓക്കെ, ഇപ്പോൾ എത്രയായി? ഇതാണ് ഇൻ ഡിഗ്രി, ഔട്ട് ഡിഗ്രി ആൻഡ് ദിസ് ഇസ് ഡിഗ്രി. നോക്കിക്കേ, നെക്സ്റ്റ് ഒരു തിയറം പ്രൂവ് ചെയ്യാനാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രൂവ് ദാറ്റ് സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടസസ് ട്വൈസ് ദി നമ്പർ ഓഫ് എഡ്ജസ് ആണ് കാണിക്കാനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഈ തിയറവും പ്രൂഫും ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. ഞാൻ പ്രൂഫ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടിസസ്, അതായത് വേർട്ടിസസിൻ്റെ ഡിഗ്രിയുടെ സമ്മ്. അപ്പം സിഗ്മ വെച്ച് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണേ. അതെന്ന് പറയുന്നത് ഈക്വൽ ടു ട്വൈസ് ദി നമ്പർ ഓഫ് എഡ്ജസ് ആണെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടിസസ്. സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടിസസിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. അത് ഈക്വൽ ടു എഡ്ജസിൻ്റെ ട്വൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എഡ്ജസിനെ ഞാൻ ഇ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ 2e. അപ്പം ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഈ ഗ്രാഫ് നോക്കി, ഇത് V1, V2, V3, ഇത് V4. ഇത് E1 എഡ്ജ്, ഇത് E2, ഇത് E3, ഇത് E4. ഇനി നോർമലി നമ്മൾ ഡിഗ്രി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? V1ൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? V1ൻ്റെ ഡിഗ്രി എത്ര എഡ്ജസ് വരുന്നുണ്ട് ഇതിലേക്ക്? E4ഉം E1ഉം അല്ലേ, അപ്പോൾ 2 ആയിരിക്കും. V2ൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? E1ഉം E2 അല്ലേ ഉള്ളത്, അപ്പം V2ൻ്റെ ഡിഗ്രിയും 2 ആയിരിക്കും. V3യുടെ ഡിഗ്രി എത്ര ആയിരിക്കും? E3യും E2 ആണുള്ളത്, അപ്പോൾ V3യുടെ ഡിഗ്രിയും 2 ആയിരിക്കും. V4ൻ്റെ ഡിഗ്രിയോ? അതും 2 ആയിരിക്കും. അപ്പോൾ ഈ ഡിഗ്രി എല്ലാം കൂടെ കൂട്ടുമ്പോൾ, അതായത് ഈ ഡിഗ്രിയുടെ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 8 അല്ലേ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഇക്വേഷനിലോട്ട് വന്നത്, അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അത് എന്താ പറയുന്നത്? ഈ വെർട്ടിസസിൻ്റെ എല്ലാം കൂടെ സം എടുക്കുമ്പോൾ അതായത് ഇപ്പം ഞാൻ എടുത്ത ഈ വെർട്ടിസസിൻ്റെ സം അത് ഈക്വൽ ആവും ആരുമായിട്ടാണ്? 2 ടൈംസ് ദ എഡ്ജ്. എഡ്ജ് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ, 1 2 3 4, മൊത്തം 4 എഡ്ജല്ലേ ഉള്ളൂ. അപ്പോൾ 2 × 4 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 8 ആയിരിക്കും. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റും ഇപ്പോൾ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. അതിൻ്റെ പ്രൂഫാണ് ഈ കൊടുത്തേക്കുന്നത്. ഡിഗ്രി ഓഫ് എ വെർട്ടസ് ഈസ് ദി നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻറ്റ് വിത്ത് ഇറ്റ്. സോ ദ സം ഓഫ് ഡിഗ്രി കൗണ്ട് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ആൻഡ് എഡ്ജ് ഈസ് ഇൻസിഡൻറ്റ് വിത്ത് എ വെർട്ടക്സ്. ഇതാണ് അതിൻ്റെ പ്രൂഫ് ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താലും മതി. പിന്നെ ഈ തിയറത്തിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, വേറെ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഈ തിയറത്തിന് വേറൊരു പേരാണ് ഹാൻഡ് ഷേക്കിംഗ് തിയറം. ഹാൻഡ് ഷേക്കിംഗ് തിയറം പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. തിയറം 2 എന്താണ് പറയുന്നത്? An undirected graph has even number of vertices of odd degree. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? പ്രൂവ് ദാറ്റ് നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് ഈസ് ഈവൻ. കണ്ടോ, രണ്ട് രീതിയിൽ ചോദിച്ചില്ലേ, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ ഈ തിയറം പറയുന്നത് എന്താണ്? ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഹാസ് ഈവൻ നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി. അതായത് ഈ ഓഡ് ഡിഗ്രിയുടെ സം എല്ലാം കൂടെ എടുക്കുമ്പോൾ നമുക്കൊരു ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുന്നതെന്നാണ്. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് പ്രൂഫ് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഈ എക്സാമ്പിൾ എന്തൊക്കെയുണ്ട്? നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടല്ലേ. ഏതാണ്ട് ഇവിടെ ഒരു പാരലൽ എഡ്ജ് വരുന്നുണ്ട്, അതേപോലെ സെൽഫ് ലൂപ്പ് വരുന്നുണ്ട്. സെൽഫ് ലൂപ്പ് വരുന്നെങ്കിൽ നമ്മൾ ഡിഗ്രി ട്വൈസ് ആയിരിക്കും എടുക്കുന്നത് അല്ലേ, 2 ആയിരിക്കും ഇതിൻ്റെ ഡിഗ്രി. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നോക്കിക്കേ, V1ൻ്റെ ഡിഗ്രി എത്രയാണ്? E4 ഉണ്ട്, E1 ഉണ്ട്, E6 ഇൻസിഡൻ്റ് ആവുന്നുണ്ട് V1ൽ. അപ്പോൾ V1ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. V4ൻ്റെ ഡിഗ്രിയോ? E4 E3 ആണ് ഇൻസിഡൻ്റ് ആവുന്നത്. അപ്പോൾ V4ൻ്റെ ഡിഗ്രി 2 ആണ്, V3യുടെ ഡിഗ്രി 2 ആണ്.
V2ൻ്റെ ഡിഗ്രിയോ E1 ഉണ്ട്, E2 ഉണ്ട്, E6 ഉണ്ട്, 3 എണ്ണമായി. പിന്നെ E5നെ നമ്മൾ ഇതൊരു സെൽഫ് ലൂപ്പ് ആയതുകൊണ്ട് 2 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം മൊത്തം എത്ര എണ്ണമായി? 5 ആയി. ഇനി നമ്മുടെ തിയറം അനുസരിച്ച് എന്താണ് പറഞ്ഞേക്കുന്നത്? ഓഡ് ഡിഗ്രികളുടെ സം എടുക്കുമ്പോൾ എനിക്കൊരു ഈവൻ നമ്പർ കിട്ടണം. ഇവിടെ ഓഡ് ഡിഗ്രി ഏതൊക്കെയാണ്? V1ൻ്റെത് ഓഡ് ഡിഗ്രി അല്ലേ, അതേപോലെ V2ൻ്റെ ഓഡ് ഡിഗ്രി അല്ലേ. അതായത് 3 + 5 എന്ന് പറയുന്നത് 8 അല്ലേ. ഈ 8 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ അല്ലേ. അപ്പം ഓഡ് ഡിഗ്രികളുടെ സം എടുത്തപ്പം എനിക്കൊരു ഈവൻ നമ്പർ കിട്ടി. അതിപ്പോൾ ഏത് ഗ്രാഫ് എടുത്താലും ഓഡ് ഡിഗ്രികളുടെ സം എടുക്കുമ്പോൾ എനിക്കൊരു ഈവൻ നമ്പർ കിട്ടണം. ഇനി നമ്മുടെ പ്രൂഫ് നോക്കിക്കേ. ലെറ്റ് G = V, E. ഇതറിയാലോ, നമ്മൾ ഫസ്റ്റ് പഠിച്ച ഡെഫിനിഷൻ ആ ഗ്രാഫിൻ്റെ. അതെന്ന് പറയുന്ന ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ് വിത്ത് n നമ്പർ ഓഫ് വെർട്ടിസസും ഉണ്ട്, E നമ്പർ ഓഫ് എഡ്ജസും ഉണ്ട്. അതിൽ V1, V2 അപ് ടു Vk എന്ന് പറയുന്നത് ഞാൻ ഓഡ് ഡിഗ്രി ഓഫ് വെർട്ടിസസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. പിന്നെ V1 ഡാഷ് V2 ഡാഷ് എന്ന് പറയുന്നത് ഈവൻ ഡിഗ്രി ഓഫ് വെർട്ടിസസ് എന്നും പറയുക. എന്നിട്ട് ബൈ ഹാൻഡ് ഷേക്കിംഗ് തിയറം, നമ്മൾ ഫസ്റ്റ് പഠിച്ച തിയറം ഹാൻഡ് ഷേക്കിംഗ് തിയറം, അതിവിടെ വന്നത് കണ്ടോ? ഹാൻഡ് ഷേക്കിംഗ് തിയറം എന്തായിരുന്നു? സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. ഇനി സമ്മേഷൻ ഡി ഓഫ് VI പ്ലസ് സമ്മേഷൻ ഡി ഓഫ് VJ ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. അതായത് ഇതെന്ന് പറയുന്നത് ഓഡ് ഡിഗ്രികളുടെ സം, ഇതെന്ന് പറയുന്നത് ഈവൻ ഡിഗ്രീസ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം എനിക്ക് 2E കിട്ടണം. അതായത് ഇപ്പോൾ എനിക്ക് ഓഡ് ഡിഗ്രികളുടെ സം എത്രയാണ്? 8 ആണ്. ഈവൻ ഡിഗ്രീസ് എനിക്ക് ഏതൊക്കെയുണ്ട്? 2ഉം 2ഉം ഇല്ലേ. അപ്പോൾ 2 + 2 അതെന്ന് പറയുന്ന 4 ആണ്. അതായത് ഓഡ് ഡിഗ്രിയുടെയും ഈവൻ ഡിഗ്രിയുടെയും കൂടെ ടോട്ടൽ സം എടുക്കുമ്പോൾ എനിക്ക് 12 അല്ലേ കിട്ടുന്നത്. ഇനി ഞാൻ 2Eയുടെ കേസ് കൺസിഡർ ചെയ്യാം. ഇവിടെ മൊത്തം എത്ര എഡ്ജസ് ഉണ്ട്? 6 എഡ്ജസ് ഇല്ലേ. അപ്പോൾ 2 × 6 എന്ന് പറയുന്നത് 12 ആയിരിക്കത്തില്ലേ. അതും ഇതും സെയിം അല്ലേ. അത് തന്നെ ഇവിടെ പറയുന്നുള്ളൂ. ഓഡ് ഡിഗ്രികളുടെ സമ്മും ഈവൻ ഡിഗ്രികളുടെ സമ്മും കൂടെ ഞാൻ ആഡ് ആക്കുമ്പോൾ എനിക്ക് ട്വൈസ് ദി എഡ്ജ് കിട്ടണം. ഇതല്ലേ നമ്മൾ ലാസ്റ്റ് എഴുതി നിർത്തിയ ഇക്വേഷൻ. അതായത് സമ്മേഷൻ ഡി ഓഫ് VI പ്ലസ് സമ്മേഷൻ ഡി ഓഫ് VJ ഈസ് ഈക്വൽ ടു 2E. അതിൽ സമ്മേഷൻ ഡി ഓഫ് VI എന്ന് പറയുന്നത് ഓഡ് ഡിഗ്രിയുടെ സമ്മും ഇതെന്ന് പറയുന്നത് ഈവൻ ഡിഗ്രീസിൻ്റെ സമ്മുമാണ്. ഇനി ഒരു ഈവൻ ഡിഗ്രിയുടെ സം എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതായത് കണ്ടോ, ഇവിടെ 2 + 2 4 അല്ലേ. ഇത് രണ്ടും ഒരു ഈവൻ നമ്പറാണ്. അത് ആഡ് ചെയ്തപ്പോഴും എനിക്കൊരു ഈവൻ നമ്പറിലേക്ക് കിട്ടി. അപ്പോൾ എനിക്ക് അറിയാം ഇതെപ്പോഴും ഈവൻ ആയിരിക്കുമെന്ന്. ഇനി ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാം. സമ്മേഷൻ ഡി ഓഫ് VI, അതായത് ഓഡിൻ്റെ ആണല്ലോ, പ്ലസ് ഈവൻ എഴുതി ഞാൻ. ഈവൻ ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇതെപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ഈവൻ നമ്പർ എന്ന് എഴുതി. നെക്സ്റ്റ് 2E എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ എന്തോ ആവട്ടെ, 2 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതും ഒരു ഈവൻ ആയിരിക്കും. അപ്പം ഞാൻ അതിന് ഈവൻ എന്ന് പേര് കൊടുക്കുവാണേ. പ്ലസ് ഒരു ഈവൻ നമ്പർ ഈക്വൽ ടു ഇതും ഒരു ഈവൻ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി ഈ ടേമിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരിക. അതായത് സമ്മേഷൻ ഡി ഓഫ് VI ഈക്വൽ ടു ഈവൻ മൈനസ് ഈവൻ നമ്പർ. ഈവൻ മൈനസ് ഈവൻ നമ്പർ എന്തുമായിരിക്കും? ഈവൻ ആയിരിക്കും. അപ്പം എനിക്ക് കിട്ടി സമ്മേഷൻ ഡി ഓഫ് VI ഈക്വൽ ടു ഈവൻ എന്ന്. അതായത് ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഈവൻ ആണെന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഓഡ് ഡിഗ്രിയുടെ സം അല്ലായിരുന്നോ? ഇത് ഓഡ് ഡിഗ്രിയുടെ സം അല്ലായിരുന്നു. അപ്പോൾ ഓഡ് ഡിഗ്രിയുടെ സം ഈവൻ ആണെന്ന് എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് എഴുതാം therefore ദി നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഈസ് ഈവൻ. നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഈവൻ ആണെന്ന് പറയാം. അല്ല, വളരെ സിമ്പിളാണ്. VI എന്ന് പറയുന്നത് ഓഡ് ഡിഗ്രികളുടെ സമ്മാണെന്നറിയാം. അതേപോലെ VJ എന്ന് പറയുന്നത് ഈവൻ നമ്പറിൻ്റെ സമ്മാണെന്ന് എനിക്കറിയാം. 2E, അതായത് ഇപ്പം ഇപ്പോൾ 3 ആണെന്ന് വെച്ചോ. അപ്പോൾ 2 × 3 6 ആണ്. അപ്പോൾ ഇപ്പോൾ 4 ആയിരുന്നെങ്കിലോ 8 ആണ്. അതായത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും എനിക്കിവിടെ എപ്പോഴും കിട്ടുന്നത്. ദെൻ V of J എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണെന്ന് എനിക്കറിയാമല്ലോ. അതായത്
ഇത് രണ്ടും ഈവൻ ഡിഗ്രീസ് ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താലും എനിക്കൊരു ഈവനേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു ഈവൻ നമ്പർ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. സോ ഇതിനെ ഞാൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ ഈ 2e എന്ന് പറയുന്നതും ഒരു ഈവൻ ആണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഈവൻ നമ്പറിനെ ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ അത് മൈനസായി. ഈവൻ മൈനസ് ഈവൻ നമ്പർ എപ്പോഴും ഒരു ഈവൻ ആയിരിക്കും. അപ്പോൾ സമ്മേഷൻ ഡി ഓഫ് വി ഐ ഈക്വൽ ടു ഈവൻ എന്ന് കിട്ടി. അതായത് നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഇനി നമ്മുടെ പ്രൂഫ് ഇതാണ്. അപ്പം നമ്മുടെ പ്രൂഫ്. അപ്പം നമ്മുടെ പ്രൂഫ് ആയില്ലേ? അതായത് ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആസ് ഈവൻ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ 6 വെർട്ടീസസ് തന്നിട്ടുണ്ട്. അതായത് V1, V2, V3, V4, V5, V6. അതിൻ്റെ ഡിഗ്രിയും തന്നിട്ടുണ്ട് 3, 5, 2, 1. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്തുവാണ്? ഒരു ഗ്രാഫ് ഇത് വെച്ച് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. പറ്റുമോ? നമുക്ക് നോക്കാം പറ്റുമോ എന്ന്. നമ്മളിപ്പം ചെയ്ത അതേ സംഭവമാണ് നമുക്കിവിടെ വേണ്ടത്. ആദ്യം ഈ ഡിഗ്രിയുടെ സം എടുക്കുക. അതായത് ഇവിടെ തന്നിട്ടുണ്ട് ഡിഗ്രീസ് ഏതൊക്കെയാണ്. 3, 5, 2, 1 അല്ലേ? അപ്പം സം ഓഫ് ഡിഗ്രീസ് എടുക്കുക. അതായത് 3 + 5 + 2 + 1 എത്ര കിട്ടി? 11 അല്ലേ കിട്ടിയേ? 11 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡാണ്. 11 എന്ന് പറയുന്നത് ഓഡാണ്. നമ്മുടെ പ്രൂഫ് അനുസരിച്ച് നമുക്ക് എന്താണ് വേണ്ടത്? ഈവൻ ആണ് വരേണ്ടത്. അപ്പോൾ ഇതെന്താണ്? ഇത് വെച്ചൊരു ഗ്രാഫ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്റ്റ് എ ഗ്രാഫാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എങ്ങനെ എഴുതും? ചുമ്മാ ഇത്ര എഴുതി വെച്ചാൽ മതിയോ? ഇല്ല, സ്റ്റെപ്പായിട്ട് എഴുതണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് എന്തോ പറയാം? സം ഓഫ് ഡിഗ്രി ഓഫ് ഓൾ വെർട്ടീസസ് എന്തോ ആയിരിക്കണം? ഈവൻ ആയിരിക്കണം. പക്ഷേ ഈ കേസിൽ എന്താണ്? നമുക്ക് ഓഡാണ് കിട്ടിയത്. എന്നിട്ട് നമ്മുടെ പ്രൂവ് തിയറം അതേപോലെ എഴുതിയാൽ മതി. ദ നമ്പർ ഓഫ് വെർട്ടീസസ് വിത്ത് ഓഡ് ഡിഗ്രി മസ്റ്റ് ബി ഈവൻ. അതാണല്ലോ നമ്മുടെ തിയറം. അത് എഴുതിയിട്ട് ബട്ട് ഈ കേസിൽ എന്താണ്? അങ്ങനെയല്ല, നമുക്കൊരു ഓഡാണ് കിട്ടിയത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്ട് സച്ച് ഗ്രാഫ്. ഇങ്ങനെ പറഞ്ഞ് എഴുതിയാൽ മതി.